ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. തോമാസ് ശ്ലീഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണിത്. ലാസറിനെ കാണാനായിട്ട് യൂദയായിലേക്ക് ഈശോ പോകുമ്പോൾ അവനെ വധിക്കാനായിട്ട് ഒത്തിരിയേറെ പേര് അവിടെ കാത്തിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആളുകൾ അവനോട് തടസ്സം പറഞ്ഞപ്പോൾ തോമാസ് ശ്ലീഹ പറയുന്നതാണ്, ദേ നമുക്കും അവനോടൊപ്പം മരിക്കാനായിട്ട് തയ്യാറാവാം. ക്രൈസ്തവ ജീവിതം എന്താണ് എന്ന് കൃത്യമായിട്ട് ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി മരിക്കാനായിട്ട് തയ്യാറാവണം. എന്റെ ഇഷ്ടങ്ങളും എന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ത്യജിക്കുന്നവനാണ് യഥാർത്ഥ ക്രൈസ്തവൻ. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് യഥാർത്ഥ ക്രൈസ്തവരായിട്ടാണോ ജീവിക്കുന്നത്? നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിന് വേണ്ടി ഒന്നും ത്യജിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. ജീവിതത്തില് സഹനങ്ങള് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറുക. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊണ്ട് ആവശ്യങ്ങളിൽ മാത്രം ദൈവത്തെ തേടുന്ന വ്യക്തികളായിട്ട് മാറുക. ദൈവത്തിന് വേണ്ടി ഒന്നും ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ തോമാസ് ശ്ലീഹ എന്താണ് ഇവിടെ പറയുന്നത്? അവനോടൊപ്പം മരിക്കാനായിട്ട് നമുക്കും പോവാം. ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവനാണ് യഥാർത്ഥ ക്രൈസ്തവൻ. ദൈവത്തിനു വേണ്ടി സ്വജീവിതം ബലിയായിട്ട് അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് 5 മിനിറ്റ് പോലും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നില്ല, ആഗ്രഹങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുക? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ യഥാർത്ഥ ക്രൈസ്തവനാവണം. പ്രത്യേകിച്ച് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ അറിയപ്പെടുകയല്ലേ. തോമാസ് ശ്ലീഹ പറഞ്ഞ ഈ ഒരു വാക്ക് എൻ്റെ ജീവിതത്തില് എനിക്ക് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ജീവനൊന്നും അർപ്പിക്കണ്ട, മറിച്ച് എൻ്റെ ഇഷ്ടം മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഈ ചെറിയ കാര്യം പോലും എൻ്റെ ജീവിതത്തില് എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒന്ന് ഓർക്കുക, നമ്മളൊന്നും യഥാർത്ഥ ക്രൈസ്തവനല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനല്ല. സ്നേഹമുള്ളവരെ, നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് ഇങ്ങനെ ജീവിക്കാതിരിക്കാം. നമ്മളൊക്കെ യഥാർത്ഥ ക്രൈസ്തവനാണ്. ക്രൈസ്തവനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ അനുഗമിക്കണം. അവൻ കാണിച്ചു തരുന്ന, അവൻ പോയ വഴിയിലൂടെ നടക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അവന് വേണ്ടി സ്വജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് പറ്റണം. നമ്മുടെ ഇഷ്ടങ്ങള് മാറ്റിവെക്കാനായിട്ട് പറ്റണം. സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് തയ്യാറാവണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും തോമാസ് ശ്ലീഹായെ പോലെ ധൈര്യത്തോടുകൂടി പറയാൻ പറ്റണം, ദൈവമേ, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന്. അതുകൊണ്ട് നാമമാത്ര ക്രിസ്ത്യാനികളാകാതെ യഥാർത്ഥ ക്രൈസ്തവരായി നിന്നുകൊണ്ട് ഈശോയെ അനുഗമിക്കുവാനായിട്ട്, അവന് വേണ്ടി എല്ലാം സന്തോഷത്തോടുകൂടി ത്യജിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.